ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തോടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നേരെ വീഡിയോയിലൊക്കെ പോകാം. അപ്പം ഇതാട്ടോ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ നെയിൽ ലിപ്സ് ആട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാട്ടോ. അപ്പം ഗൈസ് ഫസ്റ്റ് തന്നെ ഇതാട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഈ ബട്ടർഫ്ലൈയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ നെയിം, ക്ലാസ്, ഡിവിഷൻ, സബ്ജക്റ്റ്, സ്കൂൾ എല്ലാം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നെയിമൊക്കെ ഇതിനകത്ത് എഴുതിയാൽ മതി. ക്ലാസ്സൊക്കെ ഞാൻ അടുത്ത നെയിൽ സ്ലിപ്പ് കാണിച്ചു തരാം. ഇതാട്ടോ സെക്കൻഡ് നെയിൽ സ്ലിപ്പ്. ഇതും ഞാനൊരു യെല്ലോ, പിങ്ക് ആൻഡ് ഓറഞ്ച് തീമിലാണ് ഞാൻ ബട്ടർഫ്ലൈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡ് എല്ലാത്തിൻ്റെയും ഞാൻ റോസ് കളറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ യെല്ലോ ആൻഡ് ബ്ലൂ ആൻഡ് പിങ്ക് തീമായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയാൻ മറന്നതാണ്. പിന്നെ തേർഡ് കാണാം. ഗൈസ് ഇതാട്ടപ്പം തേർഡ്. ഇത് ഒരു യെല്ലോ, ബ്രൗൺ, ഒരു ലൈറ്റ് റോസ് കളർ ആട്ടോ എൻ്റെ ഒരു ബട്ടർഫ്ലൈ തീം. ഞാൻ പറഞ്ഞത് ഇതും റോസ് കളറാണ് ഇവിടെ മൊത്തം. അപ്പോൾ ഇതൊക്കെ ഞാൻ കളറിങ് ചെയ്തേക്കണ മൊത്തം നമ്മൾ കളർ പെൻസിലും കൊണ്ടാട്ടോ. നെയിം, ക്ലാസ്സൊക്കെ എഴുതിയേക്കുന്നത് നമ്മൾ സ്കെച്ചും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഫോർത്ത് നോക്കാം. ഇത് മൊത്തത്തിലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ തീമാട്ടോ. ഇത് മാത്രമേ ഉള്ളൂ ഒരു പിങ്ക്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ തീമാണ്. അപ്പോൾ അടിപൊളിയല്ലേ കാണാൻ. ഇപ്പോൾ യെല്ലോ, ഗ്രീൻ, യെല്ലോ ആട്ടോ ഗൈസ്. നമുക്ക് ഫിഫ്ത്താണെന്ന് തോന്നുന്നു. നമുക്കിനി ഫിഫ്ത്ത് കാണാം. വേണ്ട, ഇതാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ എൻ്റെ ഷെയ്ഡിങ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു ലാവൻഡർ ആൻഡ് വയലറ്റ് തീമാട്ടോ. ഈ ഒരു ചിറക് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിലെല്ലാത്തിനും ഞാൻ ഈ യെല്ലോ കളർ ബോഡിയാണ് ബട്ടർഫ്ലൈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ലാവൻഡർ ഷെയ്ഡാട്ടോ. ഇത് ഇവിടെ ലാവൻഡർ, ഇവിടെ വയലറ്റ്. അപ്പം അടിപൊളിയല്ലേ കാണാൻ. ഇതാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമുക്ക് സിക്സ്ത് കാണാം. സിക്സ്ത് ഇതൊരു റെഡ് ആൻഡ് ഓറഞ്ച് തീമാട്ടോ നമ്മൾ ചിറകിന് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയല്ലേ. നമുക്ക് സെവൻത്ത് കാണാം. ഇത് യെല്ലോ, ലൈറ്റ് ഗ്രീൻ ആൻഡ് റെഡ് തീമാട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ നെയിം, ക്ലാസ്സൊക്കെ. നമുക്ക് സെക്കൻഡ് ഞാൻ എന്താ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. പിന്നെ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. 1, 2, 3, 4, 5, 6, 7. എന്നിട്ട് നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് കാർഡ്ബോർഡ് ഞാനൊരു 2 മടക്കിയിട്ടോ. ഒരു കുറച്ച് വലിയ കാർഡ്ബോർഡ് എടുത്തിട്ട് ഞാൻ 2ആയിട്ട് ഇങ്ങനെ മടക്കി കുറച്ച് കട്ടി തോന്നിക്കുന്നുണ്ട്. എന്താ വളരത്തില്ല.
ഇതിൻ്റെ മേൽക്കൂടെ നമ്മൾ സെലോ ടേപ്പ്, ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ ഇത് വൈറ്റ് ബോർഡ് മാർക്കറാട്ടോ, വൈറ്റ് ബോർഡ് മാർക്കർ. അപ്പം നമുക്കപ്പോൾ ഇത് റെഡ് കളർ ആട്ടപ്പൊക്കെ ഇത് എഴുതി നോക്കാം. ഇതുകൊണ്ട് എഴുതാൻ പൂർത്തിയായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യണം കേട്ടോ ഗൈസ്, പ്ലീസ്. അപ്പം നമുക്കിത് മാച്ചെടുക്കേണ്ടി വന്ന ഒരു കോട്ടൺ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നോക്കാം. കണ്ടോ? അപ്പം ഈ വൈറ്റ് ബോർഡിൻ്റെ മാർക്കർ നമുക്ക് കയ്യിൽ ഒട്ടും പിടിക്കത്തില്ല. ഇതാ ഒരു പൊടിയാണ്, ഈ ഒരു പൊടിയാണ് കയ്യിലിടുന്നത്. കൈകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും. പൊന്നൂസ് വേൾഡ് മാച്ച് റിമൂവ് ആക്കിക്കൊടുക്കാം. ഈസി ആയിട്ട് റിമൂവ് ആക്കാൻ. നിങ്ങൾക്ക് അത് ഏത് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഞാൻ പിന്നെ നെയിൽ സ്ലിപ്പിൻ്റെ ഈ ഒരു നെയിൽ സ്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ, ഈ നെയിൽ സ്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചൊട്ടിച്ചേക്കുക. അപ്പോൾ ബൈ. ഇനി ഞങ്ങൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.